ഏവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ചുറ്റുപാട് ഇപ്പോൾ ഭയങ്കര ഈ കലോത്സവങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതെടുത്താലും കലോത്സവത്തിലെ അടി ബഹളത്തെക്കുറിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ കലോത്സവത്തിന് രണ്ട് സൈഡുണ്ട്. ജഡ്ജസിൻ്റെതായിട്ടുള്ള സൈഡുണ്ട്, ഈ പ്രതികരിക്കുന്ന പേരൻസിൻ്റെതായിട്ടുള്ള മറ്റൊരു സൈഡും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കൂട്ടരും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. അതായത് ജഡ്ജ്മെന്റ് ചെയ്യുന്ന ആൾക്കാർക്കും പണി വരാം, പ്രതികരിക്കുന്ന ആൾക്കാർക്കും പണി വരാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം നിങ്ങളൊരു പ്രതികരണങ്ങളും പരാതികളും ഒക്കെ ഉന്നയിക്കാനും ഇനി ജഡ്ജ്മെന്റ് ചെയ്യാൻ പോകുമ്പോഴും ഇത്തരം കാര്യങ്ങളൊന്ന് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ഇതിലേക്കൊക്കെ ഇറങ്ങി പുറപ്പെടാനായിട്ട്. ഒന്നാമത്തെ കാര്യം പറയാം, കലോത്സവ വേദിയിൽ മത്സരത്തിൽ കുട്ടികളുടെ കഴിവുകളെ എടുത്തു കാണിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ചാനലുകളിലൂടെ കാണുന്നത് ഈ ബഹളങ്ങളാണ്. വ്യൂവും എനിക്ക് തോന്നുന്നു ബഹളങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സും ഉള്ളത് അത് കാണാനായിട്ട്. ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ പ്രതികരണത്തിന്റെ അതിരുകൾ പലപ്പോഴും വിട്ടുപോകുന്നതായിട്ട് പല വീഡിയോസിലും നമ്മൾ കാണുന്നുണ്ട്. രക്ഷിതാക്കളാണ് പ്രതികരിക്കുന്നത്, രക്ഷിതാക്കളും കുട്ടികളും ഒക്കെ പ്രതികരിക്കുന്നുണ്ട്. ഈ പ്രതികരണത്തിന് അതിൻ്റേതായിട്ടൊരു മാന്യതയുണ്ട്. പലപ്പോഴും ഈ മാന്യത വിട്ടുപോകുന്ന പല വീഡിയോസും ഉണ്ട്. എന്നാൽ കൃത്യമായ രീതിയിൽ, വളരെ മാന്യമായ രീതിയിൽ പ്രതികരിക്കുന്ന, അവരുടെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നിരത്തിക്കൊണ്ട് പ്രതികരിക്കുന്ന വീഡിയോസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രതികരണത്തിന്റെ രീതി അനുസരിച്ച് ചില പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. നമുക്ക് ചിലപ്പോൾ ഈ ബൂമറാങ് പോലെ തിരിച്ചു വരാം. അത് എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. എന്താണ് കലോത്സവത്തിലെ പ്രശ്നം? പണ്ട് കാലത്ത് നമുക്കറിയാം, കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ ബഹളങ്ങൾ നടത്തിയിരുന്ന നൃത്തവേദികളിലാണ് എങ്കിൽ ഇന്നത് നൃത്തവേദികൾക്ക് പുറത്തേക്ക് വ്യാപിച്ചു. ഇപ്പൊ നാടകമായാലും ഏതൊരു ഐറ്റംസിനും, മ്യൂസിക് ഐറ്റംസ്, ബാൻഡ് മേളം എന്ന് വേണ്ട, ഒപ്പന, തിരുവാതിര, കോലുകളി, മാർഗംകളി, ദഫ്മുട്ട്, എല്ലാ മേഖലകളിലും അടിയും ബഹളവും ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം സ്റ്റേറ്റ് ലക്ഷ്യമിട്ടാണ് ഓരോ ടീമും വരുന്നത്. നല്ല പൈസ മുടക്കിയാണ് ഓരോ ടീമും വരുന്നത്. നല്ല സമയം മുടക്കിയാണ്, ക്ലാസ്സുകൾ കട്ട് ചെയ്താണ് ഇതെല്ലാം. അതുപോലെ വെൽ ട്രെയിൻഡ് ആയിട്ടാണ് ഓരോ ടീമും വരുന്നത്. സബ് ജില്ലാ മത്സരങ്ങൾ ഇപ്പം എനിക്ക് തോന്നുന്നു എറണാകുളം ജില്ലേനെ പറയുവാണെങ്കിൽ 14 സബ് ജില്ലയാണുള്ളത്. ഈ സബ് ജില്ലകളെല്ലാം കൂടെ കൂടിയുള്ള ജില്ലാ മത്സരത്തിൽ ഫസ്റ്റ് വരുന്ന ഒരു ടീമിന് മാത്രമേ സ്റ്റേറ്റിലേക്ക് പോകാൻ കഴിയത്തുള്ളൂ. അപ്പോൾ 14 ടീം ജില്ലയിൽ വരികയാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു അപ്പീൽ കൂടെ വരും. ഒരു 6-7 അപ്പീലും കാണാം. എന്തായാലും ഒരു 20, 24, 25 മത്സരമായിരിക്കും ജില്ലാ മത്സരങ്ങളിൽ നടക്കുന്നത്. അപ്പൊ ഇതിൻ്റെ ഒരേ ഒരാളെ മാത്രമേ തിരഞ്ഞെടുക്കാൻ പറ്റൂ എന്നുള്ളത് ഒരു വാസ്തവം. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ വേദിയിൽ ഈ ഒരാള് ഫസ്റ്റ് വരുന്നു, അല്ലെങ്കിൽ 1-ാം സ്ഥാനത്ത് വരുന്നു. എന്നാൽ ഈ ജഡ്ജസിനും പ്രോഗ്രാം കമ്മിറ്റിക്ക് എതിരെ നിൽക്കുന്നത് ബാക്കി 25 പേരുണ്ട്, 24 പേരും എതിരെ നിൽക്കും. അപ്പോൾ ഭൂരിപക്ഷം എപ്പോഴും ഈ എതിർ ശബ്ദത്തിനായിരിക്കും ഭൂരിപക്ഷം. അവിടെ ഏറ്റവും ഉയർന്നു കേൾക്കുന്ന ശബ്ദം അതായിരിക്കും. ഇനി എന്തൊക്കെയാണ് അവിടെ ഉയർന്നു കേൾക്കുന്നത്? കോഴ വിവാദം, പാർഷ്വാലിറ്റി കാണിച്ചു, ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത അധ്യാപകർ ജഡ്ജ്മെന്റിന് വന്നിരുന്നു, മറ്റൊന്ന് പഠിപ്പിച്ച അധ്യാപകൻ തന്നെ ജഡ്ജ്മെന്റ് ചെയ്യാൻ വന്നു, പഠിപ്പിച്ച അധ്യാപകരുടെ ബന്ധുക്കളോ ഫ്രണ്ട്സോ വന്ന് ജഡ്ജ്മെന്റ് ചെയ്തവർക്ക് പ്രൈസ് കൊടുത്തു, പ്രോഗ്രാം കമ്മിറ്റി പാർഷ്വാലിറ്റി കാണിച്ചു. ഇങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായങ്ങളായിരിക്കും ഉയർന്നു കേൾക്കുന്നത്. ഓക്കെ, ഇനി ജഡ്ജ്മെന്റിന്റെ കാര്യത്തിലേക്ക്, ജഡ്ജസിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ 2 തരത്തിലുള്ള ജഡ്ജസും കാണാം. ഒന്ന്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിവെക്കുന്ന ജഡ്ജസും കാണാം. മറ്റൊന്ന്, കലയെ സ്നേഹിക്കുന്ന, വളരെ കൃത്യമായി ജഡ്ജ്മെന്റ് ചെയ്യുന്ന ആളുകളും ജഡ്ജിങ് പാനലിൽ ഉണ്ടായിരിക്കും. 10 പൈസ പോലും വാങ്ങിക്കാതെ കൃത്യമായ രീതിയിൽ ജഡ്ജ്മെന്റ് ചെയ്യുന്ന ജഡ്ജസും കൃത്യമായ സീക്രസി കീപ്പ് ചെയ്യുന്ന പ്രോഗ്രാം കമ്മിറ്റിയും ഉണ്ടാകും. എന്നാൽ ഇത് തിരിച്ചും സംഭവിക്കാം. നമുക്കൊരിക്കലും ഇതിലേതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഈ ചീത്ത വിളിയും തെറി വിളിയും കേൾക്കുമ്പോൾ ഇവരെല്ലാവരും കേൾക്കണം. പണ്ടത്തെക്കാൾ ഇപ്പൊ ഈ ബഹളങ്ങൾ ഇച്ചിരി കൂടുതലാണ്. കാരണം സോഷ്യൽ മീഡിയ അറ്റൻഷൻ ഇപ്പൊ കൂടുതലായിട്ട് ഇതിന് കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പ്രോഗ്രാം കഴിയുമ്പോൾ തന്നെ ഇതിനു വേണ്ടി ഒരു ബറ്റാലിയൻ ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ് ഇതിൻ്റെ അകത്ത്. ഓക്കെ, അപ്പോൾ ഇത് ആര് ജഡ്ജ്മെന്റ് ഇരുന്നാലും, ഇപ്പൊ നൃത്തവേദിയിലാണെങ്കിൽ നമ്മുടെ ദേവലോകത്ത് നിന്ന് രംഭ, തിലോത്തമ, ഉർവശി ഇവരൊക്കെ വന്ന് ജഡ്ജ്മെന്റ് ചെയ്താൽ പോലും ഈ ബഹളങ്ങൾ ഉണ്ടാകും എന്നുള്ള മീൻസ്, ഞാൻ എത്ര ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ വന്നാലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകും.
സ്വാഭാവികമാണത്. അതിന്റെ കാരണം എന്താ വെച്ചാൽ വളരെ പൈസ മുടക്കി, വളരെ ടൈം വേസ്റ്റ് മുടക്കി വരുന്ന ആളുകൾക്ക് സമ്മാനം കിട്ടണമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അത് ഒരെണ്ണത്തിലേക്ക് ചുരുങ്ങുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി പ്രതികരണത്തിന്റെ അപ്പൊ ജഡ്ജിങ് പാനലും 2 തരത്തിലുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. കാരണം ഈ പറഞ്ഞ ആരോപണങ്ങൾ ശരിവെക്കുന്നവരും അല്ലാത്തവരും കാണാം. ഇനി നമ്മൾ ഒരു ആസ് എ വ്യൂവർ അല്ലെങ്കിൽ ഒരു പേരന്റ് അല്ലെങ്കിൽ ഒരു ട്രെയിനർ എന്നുള്ള രീതിയിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ പ്രതികരണത്തിന് ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ പ്രതികരണം ശരിയായ രീതിയിൽ അല്ലെങ്കിൽ നമുക്കത് പണി കിട്ടും. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മൾ മാന്യമായ രീതിയിൽ പ്രതികരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ നമ്മളിപ്പോൾ കാണുന്ന പല വീഡിയോസിൻ്റെ അകത്തും വളരെ മാന്യമായ രീതിയിൽ, വളരെ കൃത്യമായ രീതിയിൽ അച്ചടക്കത്തോടു കൂടി പ്രതികരിക്കുന്ന കുട്ടികളുണ്ട്, രക്ഷിതാക്കളുണ്ട്, നൃത്ത അധ്യാപകരൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചില ആൾക്കാർ നൃത്തവും മ്യൂസിക്കിലൊക്കെ കൃത്യമായി അവരുടെ സഭ്യമായ രീതിയിൽ പ്രതികരിക്കുന്ന ആൾക്കാരുണ്ട്. വളരെ സഭ്യമായ രീതിയിൽ നമ്മുടെ ചുറ്റിനും ക്യാമറയാണ് ഇപ്പോഴും നമ്മൾ ചിന്തിച്ചു വേണം പ്രതികരിക്കാനായിട്ട്. അപ്പൊ അത് യാതൊരു രീതിയിലും അത്തരത്തിലുള്ള നെഗറ്റീവിസത്തിലേക്ക് പോകാതെ കൃത്യമായ രീതിയിൽ പ്രതികരിക്കുന്ന എല്ലാ ആൾക്കാരും ഉണ്ട്. എന്നാൽ ചില പ്രതികരണങ്ങൾ അവരുടെ കൺട്രോൾ വിട്ടുപോയിട്ട് അസഭ്യവർഷം, ആരോപണങ്ങൾ, മോശം പ്രതികരണങ്ങൾ, സാധനങ്ങൾ വലിച്ചെറിയുക, തല്ലാൻ ചെല്ലുക, തല്ലുക, ഇതൊക്കെ നടക്കുന്ന വേദികളും ഉണ്ട്. അപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ആരോപണങ്ങൾ നമ്മൾ ഉന്നയിക്കുമ്പോൾ നമ്മൾക്ക് അറിയില്ലാത്ത ആരോപണങ്ങൾ ഒരിക്കലും നമ്മൾ ഉന്നയിക്കരുത്. ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ കോഴ വാങ്ങിച്ചിട്ടല്ലേ വന്നത്, പൈസ വാങ്ങിച്ചിട്ടല്ലേ വന്നത്, നിങ്ങൾ പൈസ വാങ്ങിച്ചു, ജഡ്ജിമെന്റ് തിരിച്ചു മറിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ഒരു കാര്യമുണ്ട്, ഇത് 5 പൈസ പോലും വാങ്ങിക്കാതെ ഡയറക്റ്റ് ജഡ്ജിമെന്റ് ചെയ്ത ഒരാൾക്കാണെങ്കിൽ ഇതിനെതിരെ പരാതിപ്പെടാം. അതായത് ഈ കുട്ടിക്കോ രക്ഷിതാവിനോ ട്രെയിനർക്കോ എതിരെ പരാതി കൊടുക്കാം. അവിടെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം, നഷ്ടപരിഹാരവും ആവശ്യപ്പെടാവുന്നതാണ്. കാരണം ഇവിടെ നമ്മൾ ഒരു ജഡ്ജി ഇരിക്കുകയാണെങ്കിൽ, അയാൾ ഇപ്പൊ എക്സ് ഓർ വൈ ജഡ്ജി ഇരിക്കുകയാണെങ്കിൽ ഇവൻ കോഴ വാങ്ങിച്ചിട്ട് വന്നു എന്ന് പറഞ്ഞ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് പരാതി കൊടുക്കാം. പലരും കൊടുക്കാത്ത ഇതിന്റെയൊക്കെ പിന്നാലെ പോകുന്ന ബുദ്ധിമുട്ട് ഓർത്തിട്ട് പല ആളുകളും കൊടുക്കാറില്ല. പക്ഷേ ഒരാൾ മുന്നോട്ട് വന്ന് നിങ്ങൾക്കെതിരെ ഇത്തരത്തിൽ പരാതി കൊടുത്താൽ അവർ കോഴ വാങ്ങിച്ചു എന്ന് നമ്മൾ തെളിയിക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ പൈസ കൊടുത്തു എന്ന് നമ്മൾ പറഞ്ഞാൽ അവർ പൈസ കൊടുത്ത് നമുക്ക് തെളിയിക്കേണ്ടി വരും. ഇനി അവരുടെ വാട്സപ്പ് ചാറ്റുകളോ അവരുടെ അക്കൗണ്ട്സുകളോ ഒക്കെ പരിശോധിക്കാനുള്ള അവസരമുണ്ട്. അത് മറ്റൊന്ന്, ഈ പറയുന്ന ജഡ്ജസിനെതിരെ ഒരു പരാതി വന്നാൽ ഇവരുടെ സോഷ്യൽ മീഡിയ, ഇവരുടെ വാട്സപ്പ്, ഇവരുടെ മറ്റ് എല്ലാ കാര്യങ്ങളും പരിശോധിക്കാൻ ഇന്ന് നിയമപരമായിട്ട് പരിശോധിക്കാൻ പറ്റുമെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുക. പറയുന്ന നമ്മൾ വെറുതെ അങ്ങ് ബ്ലണ്ടർ പോലെ അടിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് തെളിയിക്കാൻ പറ്റിയില്ല, ഇവർ ക്യാഷ് വാങ്ങിച്ചിട്ടില്ല, ഇനി ഇവർ കയ്യിൽ കൊടുത്തു, അതൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. രേഖാമൂലം നമുക്ക് അതിനുള്ള വിത്ത് എവിഡൻസ് പ്രൂഫോട് കൂടി നമുക്ക് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ പറയുന്ന നഷ്ടപരിഹാരം നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. കേസിന് അവർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, സ്ട്രോങ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നഷ്ടപരിഹാരം, മാനഹാനി, ഇതിനൊക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ ചിരിച്ചു തള്ളാനുള്ള കാര്യമല്ല, ഇത് കൃത്യമായി നമ്മൾ ഇതിന് അവർക്ക് ഇത് കൊടുക്കേണ്ടതായിട്ട് വരും. ഒന്ന്, ഇനി ചില ആൾക്കാരുണ്ട് ജാതീയമായി, വംശീയമായി, അങ്ങനെയുള്ള രീതിയിൽ അപമാനിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ, മോശം വാക്കുകൾ, പദപ്രയോഗങ്ങൾ നടത്താറുണ്ട്. നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിനക്ക് ഡാൻസ് അറിയാമോ, അല്ലെങ്കിൽ മ്യൂസിക് അറിയാമോ, നീ കലാകാരിയാണോ, കലാകാരനാണോ, നിന്നെ കണ്ട ഇങ്ങനെയുള്ള ബോഡി ഷെയ്മിങ് പോലുള്ള കാര്യങ്ങൾ ആരോപിച്ചാൽ അതിനെതിരെയും പീനൽ കോഡ് പ്രകാരം നമുക്കെതിരെ കേസ് വരാം. അവർ കേസുമായിട്ട് മുന്നോട്ട് പോയാൽ നമ്മൾ അതിനും നമ്മൾ പണിഷബിൾ ആണ്, അല്ലെങ്കിൽ നമ്മൾ അതിന് പെനാൽറ്റി കൊടുക്കേണ്ടതായിട്ട് വരും ആ കാര്യങ്ങളിൽ. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളുണ്ട്. ഇനി ചില സ്ഥലത്ത് ഈ വർഷം കണ്ടൊരു കാഴ്ച എന്താ വെച്ചാൽ, ഫസ്റ്റ് കിട്ടിയ ടീമിനെ തല്ലാൻ പോകുന്ന കുറെ ആളുകളെ വീഡിയോസ് നമ്മൾ കാണുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ. ഇവിടെ ശിശുക്ഷേമ വകുപ്പിന് ബാല ശിശുക്ഷേമ വകുപ്പുണ്ടല്ലോ, അവർക്ക് ഉൾപ്പെടെ ഇവർക്കെതിരെ കേസ് കൊടുക്കാം. ആ കേസ് ഈ പറഞ്ഞ കേസിനേക്കാൾ കുറച്ചുകൂടി മുകളിൽ നിൽക്കുന്ന തലത്തിലേക്ക് മാറിപ്പോകും. അതായത് കോമ്പറ്റീഷനിൽ വിന്നറായ ടീമിനെ തല്ലാനും അടിക്കാനും ചെല്ലുന്നതും അതായത് അതിൽ മുതിർന്ന ആളുകൾ അത് ചെയ്യുമ്പോൾ അവർക്കെതിരെ അത് പണിഷബിൾ ആണത്. അപ്പൊ അവിടെയും പ്രശ്നങ്ങൾ നമുക്ക് തിരിച്ച് വരാം. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞു വേണം നമ്മൾ പ്രതികരിക്കാനായിട്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും അറിയില്ലാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ മോശം പരാമർശങ്ങളോ വയലന്റ് ആയിട്ടോ നമ്മൾ
അത്തരത്തിൽ നമ്മൾ പ്രതികരിക്കരുത്, മറിച്ച് പ്രതികരണങ്ങൾ കൃത്യമായിരിക്കണം. ഇനി മറ്റൊന്നുണ്ട്, നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നടക്കുന്ന സബ് ജില്ല മുതലുള്ള എല്ലാ സ്റ്റേജിലെയും ഫുൾ പ്രോഗ്രാംസ് ഷൂട്ട് ചെയ്ത് സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ, നമുക്കൊരു പരാതി ഉന്നയിക്കുകയാണെങ്കിൽ അത് കൃത്യമായി പരിശോധിക്കപ്പെടാനുള്ള എവിഡൻസ് അവിടെ ഉണ്ട്. പണ്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, ഇപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നോക്കാനുള്ള ഒരു കാര്യമുണ്ട്. ഇനി നമുക്ക് പരാതി ഉണ്ടെങ്കിൽ നമുക്ക് അപ്പീൽ കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. മനസ്സിലായില്ലേ? ഇനി ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ജഡ്ജസ് ആണെങ്കിൽ അതിനെതിരെ നമുക്ക് റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കാം. അത് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ പണിഷ്മെന്റ് വരാം. മനസ്സിലായില്ലേ? അവരതിൽ വന്നതിന് അവർക്കെതിരെ പണിഷ്മെന്റ് വരാം. ഇനി കോഴ വാങ്ങിക്കുക, അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അവർക്ക് പണിഷ്മെന്റ് വരാം. നമുക്ക് മാത്രമല്ല അവർക്കും ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കാം. അപ്പൊ എന്താണെങ്കിലും ചുരുക്കി പറഞ്ഞാല് ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ പ്രതികരിക്കുമ്പോൾ, പരാതിപ്പെടുമ്പോൾ അതിന് കുറച്ച് സഭ്യത ഉണ്ടായിരിക്കണം. സഭ്യമായ രീതിയിൽ പെരുമാറുകയും പ്രതികരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, കല എന്ന് പറയുന്ന സംഭവം, അത് കുട്ടികളിൽ കലാവാസന വളർത്താനാണ് നമ്മൾ ഈ പരിപാടികളൊക്കെ നടത്തുന്നത്. പക്ഷേങ്കിൽ ഇന്നത്തെ ഈ കലോത്സവം ശരിക്കും പറഞ്ഞാൽ കലാപ ഉത്സവമായി മാറുന്ന അവസ്ഥയിൽ കുട്ടികൾക്കുണ്ടാകുന്ന മാനസിക സംഘർഷം എന്ന് പറഞ്ഞാൽ അത് വലുതാണ്. ഈ ബഹളം ഉണ്ടാക്കുന്ന പേരൻസും ടീച്ചേഴ്സും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇവര് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന മാനസിക ബുദ്ധിമുട്ട് അത് വലിയ തോതിൽ വലിയ പ്രശ്നങ്ങൾ കുട്ടികൾക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാകാം, അല്ലെ? ഇനി മറ്റൊരു കാര്യം, ഒരു ഫസ്റ്റോ സെക്കൻഡോ കിട്ടുന്നത് കൊണ്ട് തീരുന്നതല്ല കല എന്ന് പറയുന്നത്. ഫസ്റ്റ് കിട്ടിയ കുട്ടിയേക്കാൾ പെർഫോം ചെയ്യാൻ കഴിവും അല്ലെങ്കിൽ വാസനയും ഉള്ളത് ചിലപ്പോൾ അവിടെ 10-15 സ്ഥാനം വരുന്ന കുട്ടിക്കുണ്ടായിരിക്കും. ആ ഒരു സമയത്തെ പെർഫോമൻസിനനുസരിച്ചായിരിക്കും ഇതൊക്കെ ഇരിക്കുന്നത്, അല്ലെ? ഇനി നമ്മുടെ കുട്ടിയെ കലയാണ് അഭ്യസിപ്പിക്കേണ്ടത്. അത് വെറും ഒരു മത്സരത്തില് സമ്മാനം നേടുക എന്നുള്ളതിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകരുത്. മനസ്സിലായില്ലേ? പലപ്പോഴും ഇത് നമുക്കറിയാം, പണ്ട് തൊടുപുഴയിൽ സ്റ്റേറ്റ് മത്സരം നടന്ന സമയത്ത് അമ്പിളി ദേവി നവ്യ നായരും തമ്മിലുണ്ടായ ബഹളം ഇന്നും യൂട്യൂബിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതിന്റെ ഒരു പ്രശ്നം നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം, അന്ന് വന്ന രണ്ടുപേരും ഫേമസ് ആയി. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അമ്പിളി ദേവിയേക്കാൾ കുറച്ചുകൂടി ഉയർന്ന തലത്തിലേക്ക് എത്തിയത് അന്ന് കരഞ്ഞ് നിലവിളിച്ച നവ്യ നായർ തന്നെയാണ്, അല്ലെ? അപ്പോൾ നമ്മുടെ ഒരു മത്സരം കൊണ്ട് തീരുന്നതല്ല നമ്മുടെ കലയും നമ്മുടെ ജീവിതവും എന്ന് നമ്മുടെ കുട്ടികളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. നമ്മൾ ഒരിക്കലും ഒന്നാം സമ്മാനത്തിന് വേണ്ടി മാത്രം മത്സരിക്കുന്നവരാകാതിരിക്കുക, മറിച്ച് കലയെ സ്നേഹിക്കുക, അതിനെ തിരിച്ചറിയുക. അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അതിനെ വളർത്താനായിട്ട് ശ്രമിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ കൂടുതൽ മത്സരങ്ങളിൽ പങ്കെടുക്കാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒന്നുകിൽ നമ്മൾ മത്സരത്തിന് പോവുകയാണെങ്കിൽ നമ്മൾ പെർഫോം ചെയ്യുക, ഒരാൾ നമ്മളെ കുറിച്ച് മോശം പറയരുത് എന്ന രീതിയിൽ പെർഫോം ചെയ്യുക. അതല്ലാതെ എനിക്ക് ഒന്നാം സ്ഥാനം തന്നെ കിട്ടണം എന്നുള്ള രീതിയിലും ബഹളം ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഒത്തിരിയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇനി മറ്റൊന്ന്, എനിക്ക് ജഡ്ജസിനോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഒരിക്കലും ജഡ്ജ്മെന്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ ഗ്രൂപ്പ് ഐറ്റംസിന് ജഡ്ജ്മെന്റിന് ഇരിക്കാതിരിക്കുക മാക്സിമം. മനസ്സിലായില്ലേ? മാക്സിമം ഒഴിയാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. കാരണം സിംഗിൾ ഐറ്റംസിന് നമുക്കറിയാം, ഒരു ഐറ്റംസിന് ഇപ്പോൾ ഒരു ഭരതനാട്യം അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയ സംഗീതം ജഡ്ജ്മെന്റ് കഴിഞ്ഞാൽ നമുക്കെതിരെ വരുന്ന ആളുകൾ കുറച്ചായിരിക്കും. പക്ഷെ സംഘമായിട്ടുള്ള പരിപാടികൾക്ക് നമുക്കെതിരെ ഉള്ള ശബ്ദം വളരെ കൂടുതലായിരിക്കും. അപ്പൊ ആ ഒരു ശബ്ദം, അവരുടെ കൂടെയുള്ള ശബ്ദത്തിന്റെ ഒച്ച കൂടുന്നതനുസരിച്ച് ആ ടൈമിൽ ആൾക്കാർക്ക് പ്രതികരിക്കാനുള്ള വാസനയും വളരെ കൂടുതലായിരിക്കും. അത് ഭയങ്കര വയലന്റ് ആയി മാറും. അതുകൊണ്ടാണ് ഈ ഗ്രൂപ്പ് ഡാൻസുകൾ, നാടകം, ബാൻഡ് സെറ്റ്, കോലുകളി, ഒപ്പന, ദഫ്മുട്ട് ഇങ്ങനെയുള്ള ഐറ്റംസിന്റെയൊക്കെ പരിചയമുട്ട്, ഇതിന്റെയൊക്കെ ബഹളം വളരെ വലിയ വയലന്റ് ആയിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് കാണാൻ കഴിയുന്ന ആ ഒരു കാരണം കൊണ്ടാണ്. അപ്പൊ ഇതൊക്കെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. ഇതിനൊക്കെ പരിഹാരമായിട്ട് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പലപ്പോഴും ഈ ജഡ്ജ്മെന്റിനെ വിളിക്കുന്നത് നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റിയാണ്. സബ് ജില്ലയിലാണ് സബ് ജില്ലയിലെ സ്കൂളിലെ അധ്യാപകർ എന്നുള്ള പ്രോഗ്രാം കമ്മിറ്റി, ജില്ലയിലാകുമ്പോൾ ആ ജില്ല ബേസ് ചെയ്തിട്ടുള്ള അധ്യാപകരുടെ പ്രോഗ്രാം കമ്മിറ്റിയൊക്കെയാണ്. അപ്പൊ ഇതിലെ സീക്രസി, സുതാര്യതയൊക്കെ നഷ്ടപ്പെടുന്നതായിട്ട് പലർക്കും തോന്നാം. അതിനുവേണ്ടി എനിക്ക് പലപ്പോഴും തോന്നാനുള്ള ഒരു കാര്യമാണ്, സംസ്ഥാന ഗവൺമെന്റിന് അല്ലെങ്കിൽ നമ്മുടെ SCRTക്കോ നമ്മുടെ സ്റ്റേറ്റിന് ഇതിനൊരു വിങ് ഉണ്ടായിട്ട് നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്രയോ കലാകാരന്മാരുണ്ട്, അവരുടെ എൻട്രി ക്ഷണിച്ചുകൊണ്ട്, അവരുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള എൻട്രി ക്ഷണിച്ചുകൊണ്ട് ഒരു ബാങ്ക് പോലെ ഒരു സിസ്റ്റം പ്രവർത്തിക്കുകയും അതിൽ നിന്ന് സ്റ്റേറ്റ് ഓരോ സ്ഥലത്തേക്കുമുള്ള ജഡ്ജസിനെ റിക്രൂട്ട് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഈ പ്രോഗ്രാം കമ്മിറ്റിക്ക് പോലും ഈ വരുന്ന ജഡ്ജസിനെ കുറിച്ചുള്ള ഐഡിയ ഉണ്ടായിരിക്കത്തില്ല. അപ്പൊ അത്തരത്തിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ ഇതിൽ കൊണ്ടുവരികയാണെങ്കിൽ ഒരു പക്ഷേ പ്രശ്നങ്ങൾ
കുറച്ചുകൂടി സുതാര്യമാക്കാൻ കഴിയും. പിന്നെ കലാമത്സരങ്ങൾ, എനിക്ക് തോന്നുന്നു ഈ സ്റ്റേറ്റ് കോമ്പറ്റീഷൻ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമാമാങ്കമാണ് നമ്മുടെ കേരള സ്റ്റേറ്റ് സ്കൂൾ കലോത്സവം എന്ന് പറയുന്നത്. അപ്പൊ അതൊരു പക്ഷേങ്കിൽ ഇങ്ങനെ വഴിവിട്ട രീതിയിലേക്ക് പോവുകയാണെങ്കിൽ, ഇത്തരം നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് നമുക്ക് തരുന്നതെങ്കിൽ, ഈ മത്സരം തന്നെ ഇല്ലാതെയാക്കുന്നതായിരിക്കും ഒരു പക്ഷേങ്കിൽ നല്ലത്. കാരണം ഓരോ സബ് ജില്ലകളിലും പ്രദർശനം മാത്രമാക്കി പരിമിതപ്പെടുത്തുകയും സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും ഒക്കെ ആ 2 ലെവലുകൾ എടുത്തു കളഞ്ഞുകൊണ്ട് സബ് ജില്ലയിൽ മാത്രം ഒതുങ്ങുന്ന തരത്തിലേക്ക് മുഴുവൻ മത്സരങ്ങളെയും വെട്ടിച്ചുരുക്കുകയാണെങ്കിൽ ഒരു പക്ഷേങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യും. സബ് ജില്ലാ മത്സരങ്ങൾ മാത്രമായി മാറുകയാണെങ്കിൽ, അവർക്ക് അതിനനുസരിച്ചുള്ള പരിഗണനകൾ കൊടുക്കുകയാണെങ്കിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രതികരണങ്ങൾ സൂക്ഷിക്കുക. നമുക്ക് ആ പ്രതികരണങ്ങളിലൂടെ സ്റ്റേഷനും കോടതിയും കയറിയിറങ്ങാനുള്ള അവസരങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ സൂക്ഷിക്കുക. നമ്മളുടെ പ്രതികരണങ്ങൾ കൃത്യമായ രീതിയിൽ, കൃത്യമായ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ പറയുക. അതിന് വ്യക്തത ഉണ്ടായിരിക്കണം, എവിഡൻസ് ഉണ്ടായിരിക്കണം. അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറയാതിരിക്കുക. അപ്പോൾ കലയെ സ്നേഹിക്കുക. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.